2021 നവംബർ മാസം 24 തേനി, തമിഴ്നാട്. തേനി ജില്ലയിലെ ആണ്ടിപ്പട്ടി സർക്കാർ ആശുപത്രിയിൽ 43-കാരിയായ സെൽവി നഴ്സായി ജോലി ചെയ്യുന്നു. അവൾ വിവാഹിതയാണ്. 2 മക്കളുമുണ്ട്. എങ്കിലും കുടുംബത്തോടൊപ്പം താമസിക്കാതെ അവൾ ഒരു പ്രത്യേക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവളുടെ ഭർത്താവും മക്കളും മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതായത് സെൽവി ആണ്ടിപ്പട്ടിയിലാണ്. അവളുടെ ഭർത്താവ് സുരേഷ് കാറ്ററിംഗ് ജോലി ചെയ്ത് ദിണ്ടിഗലിലാണ് താമസിക്കുന്നത്. സെൽവി തനിച്ചായതിനാൽ സുരേഷ് ജോലി കഴിഞ്ഞ് വന്നതിനു ശേഷം സെൽവിയെ ഫോണിൽ വിളിക്കും. അവൾ സുരക്ഷിതയായി വീട്ടിൽ തിരിച്ചെത്തിയോ എന്ന് സ്ഥിരീകരിക്കും. അങ്ങനെ അന്ന് രാത്രിയും അവൻ സെൽവിയെ വിളിച്ചു. പക്ഷേ സെൽവി കോൾ എടുത്തില്ല. തുടർന്ന് പല തവണ വിളിച്ചു. കോൾ എടുക്കാത്തതിനാൽ അവൻ എന്തോ ഭയം തോന്നി. ഉടനെ അവളുടെ വീടിനടുത്തുള്ള ബന്ധുക്കളെ അറിയിച്ച് വീടൊന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ബന്ധുക്കളും സെൽവിയുടെ വീട്ടിൽ പോയി. പക്ഷെ വീടിന്റെ വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. അവളുടെ പേര് വിളിച്ച് അവർ വാതിൽ ഉറക്കെ മുട്ടി. പക്ഷെ പ്രതികരണമൊന്നും ഉണ്ടാകാത്തതിനാൽ അവർ ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് സെൽവിയുടെ സാരി തറയിൽ കിടക്കുന്നതും അത് മുഴുവനും രക്തമുള്ളതും അവർ കണ്ടു. ഞെട്ടിപ്പോയ അവർ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്ന സെൽവിയായിരുന്നു അവർ കണ്ടത്. ആ ക്രൈം സീൻ കണ്ടപ്പോ തന്നെ അതൊരു കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. ആ സമയം അവർക്ക് ലഭിച്ചത് ഒരേയൊരു സൂചനയായിരുന്നു. പക്ഷെ ആ സൂചന സമൂഹത്തിൽ ഉയർന്ന പദവിയിലുള്ള 150 പേരുടെ പ്രതിച്ഛായ തന്നെ തകർത്തു. കൂടാതെ അവരുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അവരെ വെറുക്കാൻ തുടങ്ങി. അങ്ങനെ ആ സൂചനയ്ക്കും ആ 150 അംഗങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? കില്ലർ അങ്ങനെ എന്ത് തെളിവാണ് ഉപേക്ഷിച്ചത്? സെൽവിയെ കൊന്ന ആ കില്ലർ ആരാണ്? പോലീസ് അയാളെ കണ്ടെത്തിയോ ഇല്ലയോ? എങ്ങനെയാണ് കണ്ടെത്തിയത്? 2021 തേനി ജില്ലക്കാരെ ആകെ ഞെട്ടിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. സംഭവസ്ഥലത്തേക്ക് പോയ പോലീസ് വാതിൽ തകർത്ത് അകത്തേക്ക് കയറി. വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ രക്തത്തിന്റെ ഒരു കനത്ത ഗന്ധം വരുന്നുണ്ടായിരുന്നു. ഹാളിൽ ഉടനീളം രക്തമുണ്ടായിരുന്നു. അതിനിടയിൽ ശരീരം വലിച്ചുകൊണ്ടുപോയതിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ അടയാളം ഒരു മുറിയിലേക്ക് പോകുന്നത് പോലീസ് ശ്രദ്ധിച്ചു. ആ വാതിൽ തുറന്നു നോക്കി. ആ മുറിക്കുള്ളിൽ വസ്ത്രമൊന്നുമില്ലാതെ രക്തം വാർന്നു കിടക്കുന്ന സെൽവിയുടെ ശരീരം കണ്ട് പോലീസ് ഞെട്ടി. പോലീസ് മാത്രമല്ല, സെൽവിയുടെ ബന്ധുക്കളും ഞെട്ടലിൽ അങ്ങനെ മരവിച്ചു നിന്നു. പോലീസ് ഇപ്പോ കരുതിയത് ഹാളിൽ വെച്ച് സെൽവിയെ കൊന്നതിനു ശേഷം മുറിയിലേക്ക് വലിച്ചുകൊണ്ടു വന്നിട്ടുണ്ടാകും. അങ്ങനെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ അവന്റെ കയ്യിലും രക്തം കൊണ്ടിട്ടുണ്ടാകും. അതിനാൽ ആ വീട്ടിൽ മറ്റെവിടെയെങ്കിലും രക്തക്കറ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ ആ വീടിന്റെ ചുമരുകളിലോ വാതിലുകളിലോ യാതൊരു വിരലടയാളമോ രക്തക്കറയോ പോലീസിന് കണ്ടെത്താനായില്ല. അതിനാൽ ഒരുപക്ഷെ കില്ലർ കയ്യുറ ധരിച്ചിട്ടുണ്ടായിരുന്നിരിക്കും എന്നും പോലീസ് കരുതി. കൂടാതെ സെൽവിയുടെ ശരീരത്തിലുള്ള മുറിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. അപ്പോ ഈ കില്ലർ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളായിരിക്കുമെന്നും പോലീസ് സംശയിച്ചു. എന്നാൽ കില്ലർ ആരായാലും എല്ലാ കില്ലർക്കുമുള്ള ഒരു പൊതുവായ കാര്യം കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയാണ്. അങ്ങനെ കില്ലർ പരിഭ്രാന്തനാകുമ്പോൾ അവൻ പോലും അറിയാതെ പല തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവൻ ചെയ്യുന്ന ഓരോ തെറ്റുകളും പോലീസിന് ഓരോ തെളിവായി മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ കില്ലറിനും കൊല്ലുന്ന സമയം പരിഭ്രാന്തി ഒന്നും ഇല്ലെങ്കിലും കൊന്നതിന് ശേഷം അവൻ പരിഭ്രാന്തനാകാൻ തുടങ്ങി. ആ പരിഭ്രാന്തിയിൽ അവൻ രക്തത്തിന് മുകളിലൂടെ നടക്കുകയും അവന്റെ കാൽപ്പാടുകൾ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനാൽ ഫോറൻസിക് സംഘം അത് ശേഖരിച്ചു. സെൽവിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കില്ലർ സെൽവിയുടെ മുതുകിൽ കത്തികൊണ്ട് കുത്തിയിട്ടുണ്ട്. അത് കാരണമാണ് അവൾ മരിച്ചതെന്ന് മനസ്സിലായി. കൂടാതെ അവൾ മരിക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ആരോ ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടെത്തി. അതിനാൽ ഒരുപക്ഷെ കില്ലർ സെൽവിക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമെന്നും പോലീസ് ഊഹിച്ചു. അപ്പോഴാണ് അവർ ഈ സെൽവിയുടെ 3.5 പവൻ ചെയിൻ കാണാതായത് ശ്രദ്ധിച്ചത്. ഇതോടെ ഇതൊരു കവർച്ചയായിരിക്കുമെന്നും അവർ കരുതി. ഇങ്ങനെ ഓരോ കോണിലും പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. അടുത്തതായി പോലീസ് സെൽവിയുടെ വീട്ടിൽ അന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് അയൽവാസികളോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ഭർത്താവായ സുരേഷിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് അദ്ദേഹവും സെൽവിയും
പല വർഷമായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. ഇവർക്കുള്ളിലുള്ളത് വെറും ഫോൺ കോണ്ടാക്ട് മാത്രമാണെന്നും പറഞ്ഞു. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് പോലീസിന് പല ഞെട്ടൽ കാത്തിരുന്നത്. ഇതുവരെയുമുള്ള അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വീട്ടിൽ തനിച്ചിരുന്ന ഒരു നഴ്സിനെ ആരോ സ്വർണങ്ങൾക്ക് വേണ്ടി കൊന്നു എന്നാണ് പോലീസ് കരുതിയത്. അതുപോലെ തന്നെ സെൽവിയുടെ ബന്ധുക്കളും സെൽവി മരിച്ചതിൽ ഒരുപാട് ദുഃഖം പ്രകടിപ്പിച്ചു. എന്നാൽ പിന്നീട് അറിഞ്ഞ കാര്യം കാരണം സെൽവിയുടെ ബന്ധുക്കളാണെന്ന് പറയാൻ പോലും എല്ലാവരും നാണിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പോലീസ് സെൽവിയുടെ വീട് മുഴുവനും പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് 500-ലധികം കോണ്ടം കണ്ടെത്തി. അപ്പോഴാണ് സെൽവി നഴ്സായി ജോലി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അവൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നുവെന്നാണ് എല്ലാവരുടെയും ചോദ്യം. അവളുടെ മൊബൈലിൽ നിന്നും അതിനുള്ള ഉത്തരവും ലഭിച്ചു. അവളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ 300-ലധികം പുരുഷന്മാരുടെ കോൺടാക്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ 300 പുരുഷന്മാർക്കും സമൻസ് അയച്ച് അവരെ സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആ 300 പേരിൽ 150 പേർ അവളുമായി ലൈംഗിക ബന്ധത്തിലാണെന്ന് കണ്ടെത്തി. ആ പട്ടികയിൽ വിവാഹിതർ, അവിവാഹിതർ, ഡോക്ടർ, രാഷ്ട്രീയക്കാർ, ഇങ്ങനെ വലിയ സമ്പന്നർ മുതൽ കൂലിപ്പണിക്കാർ വരെയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ കില്ലർ ഒരുപക്ഷെ ഒരു ദിവസ കൂലിക്കാരനായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിരിക്കാം, അതുമല്ലെങ്കിൽ അവളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത, അവളുടെ വീട്ടിൽ ദിവസവും വന്നു പോകുന്ന പാൽക്കാരനായിരിക്കാം, പത്രം കൊടുക്കുന്നവനായിരിക്കാം, ആ പ്രദേശത്തുള്ള ഓട്ടോ ഡ്രൈവർ ആയിരിക്കാം, ആര് വേണമെങ്കിലും ആയിരിക്കാം. അതിനാൽ എല്ലാവരുടെയും കാൽപ്പാടുകൾ കില്ലറുടെ കാൽപ്പാടുമായി താരതമ്യം ചെയ്തു നോക്കി. പക്ഷേ അവർ ആരുമായും ഇത് പൊരുത്തപ്പെട്ടില്ല. എങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതിയ ഇവർ എല്ലാവർക്കും അധികനാൾ സന്തോഷിക്കാനായില്ല. കാരണം ആ പ്രദേശത്ത് ഇതൊരു സെൻസേഷണൽ വാർത്തയായി മാറാൻ തുടങ്ങി. പോലീസ് സംശയിക്കുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി സ്വകാര്യമായി തന്നെ ചോദ്യം ചെയ്തു. എങ്കിലും ഈയൊരു വാർത്ത പതിയെ പതിയെ പുറത്തു വരാൻ തുടങ്ങി. പോലീസിന്റെ സംശയ പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഭാര്യയുടെ മുൻപാകെ നാണം കെട്ടു. പുറത്ത് വരാനാകാതെ അവരുടെ പ്രതിച്ഛായ തന്നെ തകർന്നു. ഇങ്ങനെ അന്വേഷണം തുടർന്നു. അപ്പോഴാണ് ഡിസംബർ മാസം 10-ന്, അതായത് ഈ സംഭവം നടന്ന് 15 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ ഭർത്താവ് ഇപ്പോൾ വരെയും വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ് ഈ കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ ഭാര്യ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചു. പോലീസും അവളുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചു. 34 വയസ്സുള്ള രാമചന്ദ്ര പ്രഭു, ആ ഒരു പേര് അവരുടെ സംശയ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഇയാളും സെൽവിയുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഒരു ദിവസം മുൻപ് ഡിസംബർ മാസം 9-ാം തീയതി സ്റ്റേഷനിലേക്ക് വരണമെന്നാവശ്യപ്പെട്ട് അയാൾക്കൊരു സമൻസ് അയച്ചിരുന്നു. പക്ഷേ അയാൾ സ്റ്റേഷനിലും വന്നില്ല, കൂടാതെ വീട്ടിലും ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇപ്പോ പോലീസിന്റെ ശ്രദ്ധ മുഴുവനും അയാൾക്ക് നേർതിരിഞ്ഞു. അയാൾക്കും സെൽവിക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ ഭാര്യയോട് അന്വേഷിച്ചു. ആ സമയത്ത് പല സത്യവും പുറത്തു വന്നു. 10 വർഷം മുൻപ് പ്രഭുവും സെൽവിയും ഒരേ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു. ആ സമയത്ത് ഇവർക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ടാവുകയും ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം പ്രഭു പല തവണയും പണം നൽകിയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം പ്രഭു മറ്റൊരു ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷെ അതിനുശേഷവും സെൽവിയുടെ അക്കൗണ്ടിലേക്ക് അയാൾ പണം അയക്കുന്നുണ്ടായിരുന്നു. കാരണം ട്രാൻസ്ഫർ ആയിട്ട് കൂടിയും ഇവർ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും സെൽവിക്ക് പ്രഭുവിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അതിനുശേഷം സെൽവി അവളുടെ കോൺടാക്ട് ലിസ്റ്റിൽ പലരെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നഴ്സ് എന്ന ഒരു പവിത്രമായ ജോലി നോക്കിക്കൊണ്ടിരുന്ന സെൽവി ദിവസം കഴിയുന്തോറും ഇങ്ങനെയുള്ള ജോലി നോക്കാൻ തുടങ്ങി. കാരണം അവളുടെ പണത്തോടുള്ള അത്യാഗ്രഹമാണ്. പക്ഷെ അവളുടെ അത്യാഗ്രഹം അവൾക്ക് തന്നെ ആപത്തായി മാറുമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. സെൽവിയുടെ ഭർത്താവ് ഇനി ഒരിക്കലും അവളെ ശരിയാക്കാൻ കഴിയില്ല എന്ന് കരുതി അവളെ ഉപേക്ഷിച്ചു. പക്ഷേ വിവാഹം കഴിച്ചല്ലോ എന്ന ഒരു തെറ്റ് കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ സമയത്ത് പ്രഭുവിന് അടിയന്തരമായി കുറച്ച് പണത്തിന് ആവശ്യം വന്നു. ഇതിനകം തന്നെ സെൽവി ഇയാളിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. അതിനാൽ പ്രഭു അവളെ പലതവണ വിളിച്ച് പണം ചോദിച്ചു. പക്ഷെ തന്റെ പക്കൽ പണം ഇല്ല എന്നും തിരികെ നൽകാൻ കഴിയില്ല എന്നും അവൾ പറഞ്ഞു. എന്തായാലും അവളിൽ നിന്ന് പണം തിരികെ എടുക്കണമെന്ന് പ്രഭു ആലോചിച്ചു. ആ സമയത്തായിരുന്നു അവൾ ധരിച്ചിരുന്ന ആഭരണങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നത്. അങ്ങനെ ഒരു ദിവസം ചെന്ന് അവളെ നേരിട്ട് കാണാനും പണം തിരികെ ചോദിക്കാനും അയാൾ പദ്ധതിയിട്ടു. അങ്ങനെ അവൾ പണം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ആഭരണങ്ങൾ എടുക്കാമെന്നും അയാൾ കരുതി. അങ്ങനെ നവംബർ മാസം 24-ാം തീയതി, അതായത് സെൽവി മരിച്ച അന്നത്തെ ദിവസം, ഏകദേശം ഉച്ചയ്ക്ക് 1:54 അവൻ കയ്യുറയും കത്തിയും തയ്യാറാക്കി സെൽവിയുടെ വീട്ടിലേക്ക് വന്നു. തന്റെ പദ്ധതിയെക്കുറിച്ച് അറിയാതിരിക്കാനായി വളരെ നോർമലായി എപ്പോഴത്തെയും പോലെ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിനുശേഷം വേണമെന്ന് അവളോട് ചോദിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ
അവൻ വിചാരിച്ചതുപോലെ തന്നെ പണം നൽകാൻ കഴിയില്ല എന്ന് സെൽവി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവൻ അവന്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ കയ്യിൽ കയ്യുറ ധരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് സെൽവി അറിയുന്നതിന് മുൻപ് തന്നെ അയാൾ കൊണ്ടുവന്ന കത്തിയെടുത്ത് സെൽവിയുടെ പുറകിൽ ഒരുപാട് തവണ കുത്താൻ തുടങ്ങി. രക്തം ഒരുപാട് പുറത്തേക്ക് വന്ന് അല്പസമയത്തിൽ സെൽവി മരിക്കുകയും ചെയ്തു. ഇപ്പോ അവൻ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന 3.5 പവൻ മാല എടുത്തു. ഹാളിൽ കിടക്കുന്ന അവളുടെ ഡെഡ് ബോഡി ജനാലയിലൂടെ ആരും കാണാതിരിക്കാനായി തൊട്ടടുത്തുള്ള മുറിയിലേക്ക് അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. വന്ന ജോലി പൂർത്തിയായി എന്ന് ചിന്തിച്ച് അവിടെ നിന്നും പോവുകയും ചെയ്തു. അങ്ങനെ പോയവൻ ഒരു 4 മണിയോടുകൂടി ആ മാല ഒരു പണയക്കടയിൽ കൊണ്ടുചെന്ന് പണയം വെച്ചു. ഇത് സംഭവിച്ചിരുന്നിരിക്കാം എന്ന് പോലീസ് പറയുന്നു. പ്രഭു ഒരു മാസ്കും ധരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസ് CCTVയിൽ നിന്നും കണ്ടെത്തി. അതിനാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നിരിക്കാമെന്നുള്ള ഒരു തിയറി പോലീസിന്റെ ഭാഗത്തുനിന്നും പറയുന്നു. അങ്ങനെ അവർ പണയക്കടയിൽ പോയി അന്വേഷിച്ചപ്പോൾ അത് സെൽവിയുടെ സ്വർണമാണെന്നും അത് പ്രഭുവാണ് പണയം വെച്ചത് എന്ന രസീതും ലഭിച്ചു. അങ്ങനെ പ്രഭുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ ഒരു പക്ഷേ ഒരുപാട് തെളിവുകൾ ലഭിക്കും എന്ന് പോലീസും കരുതി. അയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ഒരു വലിയ വഴിത്തിരിവ് കാത്തിരുന്നത്. ഡിസംബർ 11, അതായത് പ്രഭുവിനെ കാണാതായതിന് പിറ്റേ ദിവസം അവന്റെ മൊബൈൽ സിഗ്നൽ ഉത്തമപാളയത്തിന് സമീപം കണ്ടെത്തി. പോലീസ് അവിടെ ചെന്നപ്പോൾ അവന്റെ ബൈക്ക് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അവർ ആ ബൈക്കിന്റെ പരിസരത്ത് പോയി തിരഞ്ഞപ്പോൾ ഒരാൾ വായിൽ നുരയും പതയുമായി താഴെ കിടക്കുന്നത് കണ്ടു. അവന്റെ അടുത്ത് ഒരു വിഷക്കുപ്പിയും ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് തന്നെ വിശ്വസിക്കാനായില്ല. അത് മറ്റാരുമല്ല, പ്രഭു ആയിരുന്നു. പ്രഭു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. സെൽവിയെ കൊന്ന കുറ്റബോധം കാരണമാണോ അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ സെൽവി മാത്രമല്ല, മറ്റ് 8 സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല ആ സ്ത്രീകൾക്കെല്ലാം അയാൾ ധാരാളം പണം നൽകിയിട്ടുമുണ്ട്. ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അയാൾ ഒരു കൊലപാതകിയായി മാറുകയും അവസാനം ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാക്കി മരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവൻ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഭാര്യ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. കാര്യം മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അവന്റെ ഭാര്യയോടും അവൻ പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും ഇതാണോ സംഭവിച്ചത്? പ്രഭു തന്നെയാണ് കില്ലർ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് അവന്റെ കാൽപ്പാടെടുത്ത് ക്രൈം സീനിലും ലഭിച്ച കാൽപ്പാടുമായി മാച്ച് ചെയ്ത് നോക്കി. അത് തികച്ചും മാച്ചായി. അങ്ങനെ അവരാണ് കില്ലർ എന്ന് സ്ഥിരീകരിക്കുകയും ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിതം നയിക്കാമെന്ന് ചിന്തിക്കുന്ന സെൽവിയെ പോലുള്ള അല്ലെങ്കിൽ പ്രഭുവിനെ പോലുള്ള ഒരുപാട് വ്യക്തികൾ ഉടൻ തന്നെ മരിക്കും. അങ്ങനെ പോകുമ്പോൾ സെൽവിയുടെ ഭർത്താവ്, അവളുടെ മക്കൾ, പ്രഭുവിന്റെ ഭാര്യ, ഇതുപോലെ ഒരുപാട് നിരപരാധികൾ കഷ്ടപ്പെടും. അതുകൊണ്ട് പെണ്ണായാലും ആണായാലും സ്വയ അച്ചടക്കം എന്നുള്ളത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു കേസ്, ഇതുപോലുള്ള പല കേസുകൾ ഉദാഹരണമാണ്. നിങ്ങൾ ഈ കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? സെൽവിയെ കുറിച്ചും പ്രഭുവിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.